ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം 2024-2025 BJP ഗവൺമെൻറ് മൂന്നാമത് വട്ടം രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 1000-ഓളം വരുന്ന ക്രൈസ്തവ വേട്ട അല്ലെങ്കിൽ ആ തരത്തിൽ ക്രൈസ്തവരെയാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ആക്രമിച്ചിരിക്കുന്നത്. എല്ലാ കേസിലും പ്രതികളായിട്ടുള്ളത് ഒന്നുകിൽ ബജരംഗ് ദൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ വിവിധ ഘടകങ്ങളാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒഡീഷയിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഏതാണ്ട് 18ാമത്തെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണമാണ് നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ ഒരു വിഷയം തീർന്നു കഴിയുമ്പോൾ ഇനി ഇത് ഉണ്ടാവത്തില്ല. ഇനി ഒരിക്കലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് കടന്നു പോയപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ട്. ഇനി ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാതിരിക്കാൻ ഭരണകൂടങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് വ്യതിചലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ അതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണണം എന്ന് പറയുന്ന ആളുകളോട് ഞങ്ങൾക്കുള്ള ദയവായിട്ടുള്ള അഭ്യർത്ഥന, ഇത് BJPയുടെ നയമാണ്. BJP ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അവരുടെ തണലിൽ തഴച്ചു വളരുന്ന ഇത്തരത്തിലുള്ള ബജരംഗ് ദൾ പോലെയുള്ള അക്രമി സംഘങ്ങൾ അവരെ കയറൂരി വിടുന്ന ഒരു പ്രവണതയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒഡീഷയിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഈ നടപ്പ് വർഷത്തിൽ തന്നെ ഇത് ഏതാണ്ട് 15-ൽ അധികം വരുന്ന കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് 1000-ഓളം കേസുകളാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ BJP ഗവൺമെൻറ് മൂന്നാമത് അധികാരത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പാർലമെൻറ്റിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഇപ്പോൾ അടിയന്തര പ്രമേയമായി തുടർച്ചയായി ഈ വിഷയം വന്നിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും.